ഡൽഹി ഇന്ന് വോട്ടെടുപ്പിൻ്റെ ദിവസമാണ്. ലേഡി ഇർവിൻ സെക്കൻഡറി സ്കൂൾ ഡൽഹിയിൽ ആർ അച്യുതനുണ്ട്. അച്യുതൻ, ശരിക്കും ഡൽഹി പിടിക്കാൻ കോൺഗ്രസും ബി ജെ പിയും മുതൽ ആം ആദ്മിയും ഒരുപോലെ ശ്രമിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്തൊക്കെയായിരിക്കും ബി ജെ പി നീക്കങ്ങൾ? എസ് കെ, ഞാനിപ്പോൾ ഉള്ളത് ഡൽഹിയിലെ ലേഡി ഇർവിൻ സെക്കൻഡറി സ്കൂളിന് മുൻപിലാണ്. ഇവിടെയാണ് അരവിന്ദ് കെജ്രിവാളും അതുപോലെ മനീഷ് സിസോദിയയും വോട്ട് രേഖപ്പെടുത്താനായി എത്തുക എന്നൊരു പ്രത്യേകത കൂടി ഈ പോളിംഗ് ബൂത്തിലുണ്ട്. മറ്റൊന്ന്, ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായ, അതായത് പ്രചരണ രംഗത്ത് അവർ ഇത്തവണ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നു. തുടക്കം മുതൽ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പാർട്ടി അധ്യക്ഷൻ ജെ പി നദ്ദ ഉൾപ്പെടെയുള്ളവരെ കളത്തിലിറക്കി ശക്തമായ പ്രചാരണം കാഴ്ചവെക്കുകയുണ്ടായി. മാത്രമല്ല, മദ്യനയ അഴിമതി കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ചയാക്കിക്കൊണ്ട് തന്നെയായിരുന്നു ബി ജെ പിയുടെ പ്രചാരണം. ഒപ്പം നരേന്ദ്രമോദി കൂടി പ്രചരണ രംഗത്ത് എത്തിയതോടുകൂടി വലിയ രീതിയിലേക്ക് ആ കളം ചൂടുപിടിക്കുന്ന രംഗങ്ങളാണ് ഉണ്ടായത്. ആം ആദ്മി പാർട്ടി എന്ന് വിശേഷിപ്പിക്കാതെ ആബ്ദ പാർട്ടി അഥവാ ദുരന്ത പാർട്ടി എന്നായിരുന്നു നരേന്ദ്രമോദി പ്രചരണത്തിലുടനീളം ആം ആദ്മി പാർട്ടിയെ വിശേഷിപ്പിച്ചത്. അതായത് കള്ളം മാത്രം പ്രചരിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ആം ആദ്മി പാർട്ടി മുന്നോട്ട് പോകുന്നത്. ഒപ്പം തന്നെ ഇത്തവണത്തെ പ്രകടന പത്രിക അടക്കം പരിശോധിച്ചു കഴിഞ്ഞാൽ വിദ്യാഭ്യാസ മേഖലയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകി ബി ജെ പി ചില പദ്ധതികൾ പ്രഖ്യാപിക്കുകയുണ്ടായി, വാഗ്ദാനം നൽകുകയുണ്ടായി. KG മുതൽ PG വരെയുള്ളവർക്ക് സൗജന്യ വിദ്യാഭ്യാസം, അങ്ങനെ ഒരു മാറ്റം കൊണ്ടുവന്നു. കാരണം കഴിഞ്ഞ കുറെ കാലമായി ബി ജെ പിക്ക് ഒരു പച്ച പിടിക്കാൻ കഴിയാത്ത ഒരിടമാണ് ഡൽഹി. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും 2 അക്കത്തിലേക്ക് കടക്കാൻ കൂടി ബി ജെ പിക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇത്തവണ വരുമ്പോൾ അതൊരു അഭിമാന പോരാട്ടം കൂടിയാണ്. കാരണം കേന്ദ്രം ബി ജെ പി നേതൃത്വത്തിൽ ഭരിക്കുമ്പോഴും രാജ്യതലസ്ഥാനത്തിന്റെ ഭരണം അത് മറ്റൊരു പാർട്ടിയുടെ കയ്യിലാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ അത് ബി ജെ പിക്ക് ഒരു അഭിമാന പോരാട്ടം കൂടിയാണ്. അങ്ങനെ ശക്തമായ നേതൃത്വത്തെ കളത്തിലിറക്കിക്കൊണ്ട് ബി ജെ പി നടത്തിയ ആ ഒരു പ്രചാരണം അത് ഫലം കാണുമോ എന്നാണ് ഇനി കാണേണ്ടത്. എന്തായാലും അത് ഈ വോട്ട് രേഖപ്പെടുത്തി വോട്ടെണ്ണൽ ദിനത്തിൽ അന്നറിയാം ബി ജെ പിയുടെ പ്രചാരണം അത് ഫലം കണ്ടോ എന്ന്. സ്കേൻ. ഓക്കെ, താങ്ക് യു. ആർ അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഡൽഹിയിൽ വോട്ടെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഡൽഹി എന്ന് പറയുന്ന ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ അധിവസിക്കുന്ന മഹാനഗരം കൂടിയാണ്. അപ്പോൾ ഈ അടുത്ത കാലത്ത് വന്ന തീരുമാനങ്ങളൊക്കെ ചിലപ്പോൾ സ്വാധീനിച്ചെന്ന് വരും. അതേ, നമ്മുടെ കൂട്ട് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പേരിൽ പോരടിക്കുന്ന ഒരു ജനസഞ്ചയമല്ല ഡൽഹി നഗരത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലങ്ങളൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ വരിക എന്നുള്ളത്.